ഈ സന്ധ്യാനേരത്ത് നീ ഇത് എങ്ങോട്ടാ മോളെ? എന്താ എനിക്ക് എവിടെയും പോകാൻ പാടില്ലേ? മോളെ നിന്റെ കെട്ടിയവൻ മരിച്ചിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അത് കരുതിയിട്ട് എന്നെ ഇവിടെ കെട്ടിയിട്ടേക്ക് വേണോ? നാട്ടുകാര് എന്താ പറയുക? നിങ്ങൾ എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. കിട്ടണ വെള്ളം കുടിച്ചിട്ട് ഇവിടെ മര്യാദക്ക് ഇരുന്നോളൂ. ഞാൻ പോകുന്നു വരുന്നു നോക്കാൻ നിങ്ങളായിട്ടില്ല. മോനുള്ളപ്പോ തന്നെ അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. എനിക്കൊന്ന് ചത്ത് കിട്ടിയപ്പോഴൊരു സമാധാനമായത്. എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് പോകേണ്ടടുത്ത് നിങ്ങൾ പോവോ? എനിക്ക് പോകേണ്ടടുത്ത് എനിക്ക് പോകണം. നിങ്ങൾ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. മര്യാദക്കാണെങ്കിൽ ഇവിടെ മര്യാദക്ക് ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ച വെള്ളം ഇവിടുന്ന് കിട്ടലുണ്ടാവില്ല. മര്യാദക്ക് നിന്നാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ചോണ്ട് ഇരുന്നോ. എനിക്ക് നിങ്ങളെ സൗകര്യത്തിൽ നിൽക്കാനും പറ്റില്ല. ഞാൻ എന്റെ വാട്ടിൽ പോകും. പോയി പണി നോക്കാം. തീർന്നില്ലല്ലോ ഭഗവാനെ. നീ ഇങ്ങോട്ട് വാടാ. ഞാൻ ഒന്ന് നോക്കാൻ നിൽക്കണ്ട. എന്താ തള്ളേ നോക്കുന്നേ? അവിടെ എവിടെയും പോയിരുന്നൂടെ? എത്ര നേരായി. ആരെ മോളെ നീ കാത്തിരിക്കുന്നേ? നിങ്ങൾ ചിലക്കാതിരിക്കളെ. ഹായ് ഓള് മമ്മി, എന്തൊക്കെയാണ് വിശേഷം? കാത്തിരുന്ന് മൊട്ടല്ലേ. അമ്മ ഇങ്ങനെ തന്നെയാ. ഏട്ടൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റാ. എവിടെ പോകാനും എടുക്കാനും ഒന്നും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സമാധാനവും ഇല്ല. പുറത്തു പോയാല് അതിന് കുറ്റം. നമുക്ക് സംസാരിക്കാം. കൊറേ നേരായില്ലേ. അമ്മ ഇങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് ആ ഏട്ടൻ മരിച്ചതിന് ശേഷം എപ്പോഴും പുറത്തു പോകുന്നതിനും എല്ലാത്തിനും കുറ്റങ്ങളാ. മാറ്റണം. ഒരു മാറ്റം എനിക്ക് കാണുന്നില്ല. ഒന്നുമില്ല. പിന്നെ ഇച്ചിരി വയറൊക്കെ കൂടുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടെ. എന്ത് വേണേ പറഞ്ഞു. നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല എന്നാ പോലെ. നമുക്കൊരു ട്രിപ്പ് പോണ്ടേ? എങ്ങനെന്ന് പറഞ്ഞാ മതി. നിങ്ങൾക്ക് ഇനി എപ്പോഴും ഈ ഓഫീസ്, നീ പറഞ്ഞാ മതി. ജോലി ഇതന്നെയല്ല. ആണോ? നീ പറഞ്ഞോ. ഊട്ടി വേണോ, കൊടൈക്കനാൽ വേണോ? അത് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. നീ എങ്ങനെ പറഞ്ഞാലും ഞാൻ റെഡിയല്ലേ. തള്ള ഒരു സ്വൈര്യ തള്ളേനെ കൊണ്ടില്ല. ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരില. ഞാനായിട്ട് ഈ തള്ളേനെ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു. അല്ലെ പണ്ടേ ഇട്ട് ദൂരെ കളയേണ്ട സമയം. എനിക്ക് മടുത്തു ഈ തള്ളനെ കൊണ്ട്. ഒരു വീടും ഇല്ല. നീ എല്ലാം മറക്ക്. അതൊന്നും ഒഴിവാക്ക്. നമുക്ക് ഇനി നമുക്കൊരു എന്താ വേണിച്ച പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. നമുക്ക്
അല്ല തള്ളേ, എന്റെ ഫ്രണ്ട്സുകൾ വരുമ്പോ ഈ ഒളിഞ്ഞു നോട്ടം എന്ത് ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ. മോളെ എന്റെ കണ്ണണഞ്ഞിട്ട് പോലെ നിന്റെ ഈ നടപ്പൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ സ്വത്തും മുതലും കൊടുത്തിട്ടാണ് ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലൊക്കെ ആക്കിയത്. അല്ലാതെ നിങ്ങളെ മോൻ ഔദാര്യം തന്നൊന്നല്ല എനിക്ക്. ഞാൻ ഇപ്പോഴും നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കുന്ന എന്താ അറിയോ? പാവല്ലേ ഇവിടെ എവിടെങ്കിലും കടന്നോട്ടെ വെച്ചിട്ടാ. നിങ്ങളെ ഈ കുന്തിരിപ്പ് കാരണം ഈ കളി കളിച്ചു കഴിഞ്ഞാൽ വലിച്ച് ഞാൻ പുറത്തിടും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, പല വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ മോൻ മരിച്ചിട്ട് 41 പോലും ആയിട്ടില്ല. ആ പണ്ടാര നന്നായി. അതുള്ള കാലത്ത് എനിക്ക് ആവുന്ന കാലത്ത് ഒരു സ്വൈര്യം തന്നിട്ടില്ല. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, എവിടെ പോയാലും കുറ്റം. അന്ന് നിങ്ങൾ കുറെ പിന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നല്ലോ മോന് വേണ്ടിട്ട്. മോന് നല്ലോണം കയറ്റി കൊടുത്തില്ലായിരുന്നോ? അന്ന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്നത് ഒക്കെ എവിടെ എടുത്തുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഞാൻ പറയാം, മര്യാദക്ക് ഇവിടെ നിന്നാ തള്ളേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാം. ഉള്ള കഞ്ഞിയോ വെള്ളം കുടിച്ച് ഇവിടെ നിൽക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല വിരുദ്ധ സാധനത്തിലും കൊണ്ടുപോയി ഞാൻ തള്ളും. പിന്നെ പറഞ്ഞിട്ട് കാലം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടെ ഞാൻ പോകും വരും, എന്ത് വേണം ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പനിക്കിടണ്ട. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല ഭഗവാന്